ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കൈവശ ജപ്തിരഹിത സർട്ടിഫിക്കറ്റ്. ചിലപ്പോൾ നിങ്ങളോട് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം പറഞ്ഞിട്ട് വരും, ജപ്തിരഹിത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപേക്ഷ കൊടുക്കാനായിട്ട് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കാണുക. പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം ഇതിനു മുന്നേ നമ്മൾ പരിചയപ്പെട്ടതാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. അത് കൈവശ സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റും കൂടി, അല്ലെങ്കിൽ നോൺ അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു ഭാഗം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരിക. അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ എന്നുള്ളത്, ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, രണ്ട് സ്ഥലത്തിന്റെ ആധാരം, അത് കളർ കോപ്പി ആയിരിക്കണം, കളറിലായിരിക്കണം സ്കാൻ ചെയ്യുന്നത്. മുഴുവൻ പേജുകൾ സ്കാൻ ചെയ്യേണ്ടി വരും. ചില വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 2 പേജും അതിന്റെ സ്ഥലത്തിന്റെ ഡോക്യുമെന്റിന്റെ ആ ഒരു പേജും ഡീറ്റെയിൽസുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു പേജ് മാത്രം മതിയാവും. ചില ആളുകൾ മുഴുവനായിട്ട് സ്കാൻ ചെയ്യണമെന്ന് പറയും. പിന്നെ നമുക്ക് വേണ്ടത് കുടിക്കട സർട്ടിഫിക്കറ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ 15 വർഷത്തേക്കുള്ള കുടിക്കട സർട്ടിഫിക്കറ്റും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഒരാൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമുക്കൊരു പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അയാളുടെ ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കട സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആദ്യം കുടിക്കട സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് അത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഈ പറഞ്ഞ രേഖകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കൈവശ സർട്ടിഫിക്കറ്റിന്റെ കേസിലും മറ്റും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൈവശ സർട്ടിഫിക്കറ്റിന്റെ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ലാൻഡ് സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ആധാരത്തിൽ പേരുള്ളത് ആ രീതിയിലായിരിക്കും നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആധാർ കാർഡിലല്ല, എങ്ങനെയാണോ പ്രമാണത്തിൽ പേരുള്ളത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പേര് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം താഴേക്ക് വരിക. ഒന്നുകിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. അതിനായിട്ട് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് എന്നിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. ഈ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് ആണ് നമ്മളിപ്പം നോക്കാനായിട്ട് പോകുന്നത്. അത് സെലക്ട് ചെയ്ത് അപ്ലൈ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപേക്ഷകനെ സെലക്ട് ചെയ്യുക. പർപ്പസ് എന്നുള്ളത് സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തരുന്നത് സ്റ്റേറ്റ് പർപ്പസും താലൂക്ക് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തരുന്നത് ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസുമാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്തേണ്ട. നമ്മൾ അവിടെ എന്താണോ പർപ്പസ് സെലക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിസ്റ്റം വഴി പോകുന്നതാണ്. അതിനുശേഷം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ലോണിനാണെങ്കിൽ ആ ബാങ്കിന്റെ പേര് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഈ സ്ഥലത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകളാണ്. അത് ഏത് ജില്ല, ഏത് താലൂക്ക്, ഏത് വില്ലേജ് എന്നുള്ള ക്രമത്തിൽ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസർവേ നമ്പർ കൊടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാവും, തണ്ടപ്പേര് നമ്പറും ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാവും. അതിനുശേഷം ഹെക്ടർ എന്നുള്ള ഭാഗത്ത് എത്രയാണോ അതിന്റെ സ്ഥലം വരുന്നത് അത് കൃത്യമായിട്ട് ലാൻഡ് ടാക്സ് പ്രകാരം ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ലാൻഡ് ടാക്സിലുള്ളത് 5.5648 സ്ക്വയർ മീറ്റർ എന്നാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് 0.0548 എന്നായിരിക്കണം. ഇനി അഥവാ ലാൻഡ് ടാക്സിലുള്ളത് 768 സ്ക്വയർ മീറ്റർ എന്നാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് 0.708 എന്ന ക്രമത്തിൽ ആയിരിക്കണം. അതായത് ആദ്യത്തെ 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഹെക്ടറിനെയാണ്. സോ നമുക്ക് ഹെക്ടറുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഹെക്ടർ ഉണ്ടെങ്കിൽ അവിടെ ഹെക്ടറിന്റെ ടോട്ടൽ അവിടെ വരും. ഓക്കെ. അതിനുശേഷം ഇവിടെ നമുക്ക് എത്രയാണോ വരുന്നത് അത് 4 അക്കമായിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ഫയലുകളാണെന്ന് മുന്നേ ഞാൻ പറഞ്ഞു. അതായത് ആധാരം, സ്ഥലത്തിന്റെ ആധാരം, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഫയൽ 10 പേജുകൾ വരെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഓരോ പേജും 100 KB താഴെ ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മേക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള അപേക്ഷ ഫീസ് ആയിട്ടുള്ള 15 രൂപ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന അപേക്ഷാ നമ്പർ കസ്റ്റമർക്ക് നോട്ട് ചെയ്ത് കൊടുത്ത്, ഒപ്പം തന്നെ അപേക്ഷാ നമ്പർ, അപേക്ഷകന്റെ പേര്, അപേക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ID എന്നിവ നമ്മൾ കൃത്യമായിട്ട് ഒരു നോട്ട് ബുക്കിനകത്ത് എഴുതി സൂക്ഷിക്കുക. ഈ ഒരു രീതിയിലാണ് ഒരു നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.